Morning. Good morning. Okay, നമ്മള് കുറച്ച് ദിവസമല്ലേ കണ്ടിട്ട് ഓക്കെ വെക്കേഷൻ അല്ലേ കുറച്ച് നാളുകളായിട്ട് നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു പ്രോസസ് ഓഫ് സെലക്ഷൻ ഓക്കെ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ച് നിർത്തിയത് അപ്പോ എത്ര സ്റ്റെപ്പുകളാണ് സെലക്ഷൻ പ്രോസസ്സിനുള്ളത് എത്ര എണ്ണമാണ് എത്ര എണ്ണം ഉണ്ടായിരുന്നു ഓർക്കുന്നില്ല സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റെപ്പുകൾ എത്ര ഉണ്ട് 6 സ്റ്റെപ്പ് ആണല്ലേ ഉള്ളത് ഓക്കെ അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ക്രീനിങ് ഓഫ് അപ്ലിക്കന്റ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ഷൻ ടെസ്റ്റ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ഷൻ ഇന്റർവ്യൂ ആൻഡ് ഫോർത്ത് വൺ മെഡിക്കൽ എക്സാമിനേഷൻ ഫിഫ്ത്ത് വൺ റഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹയറിംഗ് ഡിസിഷൻ ഇങ്ങനെയുള്ള പ്രൊസീജിയറിലൂടെയാണ് നമ്മൾ ഓരോ കമ്പനിയിലേക്ക് ഒരു വ്യക്തിയെ ഒരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നത് ഓക്കെ അത്രയും വരെ നമ്മൾ ഇത് നിർത്തിയതാണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് പ്രിലിമിനറി ഇന്റർവ്യൂ എന്താണ് പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റോ എന്തായിരിക്കാം പ്രിലിമിനറി ഇന്റർവ്യൂ എന്തായിരിക്കാം പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് പറയൂ നമുക്കറിയില്ല ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം പ്രിലിമിനറി ഇന്റർവ്യൂ the first step in the process method of recruitment okay the first step is the process of selection is the preliminary interview after it has used various recruitment sources and methods to recruit the candidate appo ivide parayunnathu endana ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലെ ഒരു കമ്പനിയിലേക്ക് ഒരാളെ നമ്മൾ റിക്രൂട്ട് ചെയ്തെടുക്കുന്നതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിലിമിനറി ഇന്റർവ്യൂ ആണ് അത് പല കാൻഡിഡേറ്റിനെ റിക്രൂട്ട് ചെയ്ത് എങ്ങനെയൊക്കെയാണ് പല മെത്തേഡ്സുകൾ പല സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്റർവ്യൂ നടത്തിയിട്ടാണ് കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നത് A preliminary interview is a brief interview in which the simple questions like skill, experience, and the salary expectations of the candidate are answered. Okay, അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് ഈ പ്രിലിമിനറി ഇന്റർവ്യൂല് നമ്മൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് അല്ലെ സ്കിൽസുകൾ എക്സ്പീരിയൻസുകൾ ഇപ്പൊ നമ്മള് വേറെ ഏതെങ്കിലും കമ്പനീസിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് കാര്യങ്ങള് സാലറി എക്സ്പെക്ടേഷൻസ് ഇതൊക്കെയാണ് നമ്മളെ കാൻഡിഡേറ്റിനോട് ചോദിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഇന്റർവ്യൂസ് നടത്തുന്നത് preliminary interview enables the organization to reject the applicant who are unsuitable for the job because they are either unqualified or unsuitable for the job. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അൺസ്യൂട്ടബിൾ അല്ലെങ്കിൽ അൺക്വാളിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ കമ്പനിയില് ആ പൊസിഷനിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെയാണ് സെലക്ട് ചെയ്യുന്നത് അല്ലെ അതർവൈസ് ആണെങ്കിലോ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിലോ നമ്മള് റിജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓർഗനൈസേഷൻ മസ്റ്റ് എൻഷുർ ദാറ്റ് എലിമിനേഷൻ പ്രോസസ് does not lead to unnecessary rejection or elimination of desirable candidate. അപ്പൊ എന്താ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ കമ്പനിയിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആ ജോബിലേക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെയാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലാത്ത പക്ഷം ആവശ്യമില്ലാത്ത കാൻഡിഡേറ്റിനെ അല്ലെ എന്ത് ചെയ്യുന്നത് റിജക്ട് ചെയ്ത് കളയുന്നുണ്ട് ഫേസ് 2 phase method can be used for preliminary interview. Face to face method ആണ് യൂസ് ചെയ്യുന്നത്. The organization in order to save
their time usually conducted interviews over the phone were there. Are many applicants for the single job opening. അപ്പോൾ കുറേ അധികം കാൻഡിഡേറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷെ എങ്ങനെയാണ് ഇന്റർവ്യൂ നടത്തുന്നത്? ടെലിഫോൺ അല്ലെ, ഓൺലൈൻ ത്രൂ അല്ലെ, ടെലിഫോൺ വഴി ഇന്റർവ്യൂസ് ചെയ്യാറുണ്ട്. Creating the video tape in which several applicants are asked some same questions to answer is other techniques used by റിക്രൂട്ട്മെന്റ് ഏജൻസീസ്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള ഈ വീഡിയോ ടാപ്പ് മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. കുറെ അധികം കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ നമുക്ക് അവരെ ഇന്റർവ്യൂ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ ഫോൺ വഴി, ടെലിഫോൺ വഴി ഇന്റർവ്യൂ നടത്തും. അതുപോലെ തന്നെ വേറൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വീഡിയോ ടാപ്പിംഗ് ആണ്. വീഡിയോ ടാപ്പിംഗ് വഴി അവരോട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് അത് റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വീഡിയോ ടാപ്പിംഗ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം. വീഡിയോ ടാപ്പ് ഇന്റർവ്യൂ എന്ന് ജസ്റ്റ് ഒരു ലൈൻ, ഒരു ഹൈഫൺ ഇടാം, എന്നിട്ട് എഴുതാം കേട്ടോ. വീഡിയോ ടാപ്പ് ഇന്റർവ്യൂ ഹൈഫൺ എന്താണെന്നുള്ളതാണ് ജസ്റ്റ് ഒരു ഒറ്റ ലൈനോളൂ. വീഡിയോ ടാപ്പ് ഇന്റർവ്യൂ ഈസ് എ video tap interview is a recorded conversation between an interviewer and an interviewee. Between an interviewer and an interviewee. Video tap conversation, video tap interview എന്ന് പറഞ്ഞാല് ഇന്റർവ്യൂവറും ഇന്റർവ്യൂവും തമ്മിലുള്ള ഒരു റെക്കോർഡഡ് കോൺവെർസേഷനാണ് നമ്മൾ ഇതിന് പറയുന്നത്. ഓക്കെ, അവരെന്ത് ചെയ്യും? അപ്പോ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അവരോട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ റെക്കോർഡ് ചെയ്ത് അവര് പറയുന്ന കാൻഡിഡേറ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടാണ് സെലക്ട് ചെയ്തെടുക്കുന്നത്. Okay, and the last, the organization serve the video tap, receive the video tap. Video tapകളിലെ എല്ലാ കാര്യങ്ങളും ഈ എന്താണ് എംപ്ലോയീസ് അല്ലെങ്കിൽ കാൻഡിഡേറ്റ് പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. These techniques speed up the screening process, which the organization thought very impersonal or rigid. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് മൂലം എന്താണ്? അതൊരു ഇംപേഴ്സണൽ ആണ്. കുറേയധികം ക്വസ്റ്റ്യൻസ് ആളുകളോട് ചോദിക്കുന്നു, ഓരോ ഉത്തരങ്ങൾ സെയിം ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അവരുടെ അഭിപ്രായങ്ങളും പല സ്കില്ലുകളും എബിലിറ്റീസും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടെക്നിക്സുകൾ ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരേ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ആളുകളോട് ചോദിക്കുന്നത്, ഓരോ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, അതിൽ നിന്ന് ഡിഫറെന്റ് ആൻസേഴ്സ് ആയിരിക്കാം ആളുകൾ പറയുന്നത് അല്ലെ. നമുക്കറിയാം ഓരോ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അവരുടെ ഇന്റലിജൻസ് ആയാലും അവരുടെ സ്കില്ലുകൾ ആയാലും എബിലിറ്റീസ് ആയാലും നോളജ് ആയാലും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഓരോരുത്തർ പറയുന്ന ആൻസേഴ്സിന് എന്താണ്? ഡിഫറെന്റ് ആയിരിക്കും. അവരുടെ ഓരോരുത്തരുടെ അഭിപ്രായത്തിലൂടെയാണ് ഓരോ കാര്യങ്ങളും അവർ പറയുന്നത്. അതുകൊണ്ട് എന്താണ്? വഴക്കമില്ലാത്ത, അതുപോലെ തന്നെ റിജിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വഴങ്ങാത്തതോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പേഴ്സണൽ അല്ലാത്തൊരു രീതിയിൽ, വ്യക്തിത്വം അല്ലാത്തൊരു രീതിയിലുള്ളൊരു കാര്യമാണ് ഈ വീഡിയോ ടാപ്പിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെക്നിക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കാം. A person who has never played soccer എന്ന് പറഞ്ഞാല് പന്ത് കളിയൊക്കെയില്ലേ, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. In his or her life will be automatically dismissed in the preliminary interview as he or she does not meet certain requirements of being a team member of a soccer team. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ പന്ത് കളിയില്, സോക്കർ കളിയില് കൂടുതൽ അറിയാത്ത ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ? ആ ടീമിൽ ചിലപ്പോ അറിയാത്ത ആളുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യോ ഇല്ലേ? അല്ലെ, റിജക്റ്റ് ചെയ്ത് കളയും അല്ലെ. കൂടുതലും അറിയുന്ന പന്തുകളെ ആരാണോ കൂടുതൽ അറിയുന്നത്, കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഓർഗനൈസേഷനിലും
ആ മേഖലകളിൽ ഇപ്പൊ ഏതൊരു മേഖലകളിലാണോ വേക്കൻസി വരുന്നത് അവിടേക്ക് നമ്മളെ ആളുകളെ കയറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഇന്റർവ്യൂസ് നടത്തുന്നത്. അപ്പൊ ഇന്റർവ്യൂസ് നടത്തുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും പല പല അഭിപ്രായങ്ങളായിരിക്കും. പല പല ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മുടെ ഈ നമ്മൾ ചെയ്യുന്ന ഇപ്പൊ ഒരു ഓഫീസ് അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ആണെങ്കിൽ ആ മേഖലകൾ കൂടുതലും അറിയുന്ന എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ ആയിരിക്കാം അതിലേക്ക് എടുക്കുന്നത്. ഇനി ആ മേഖലകളിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അറിയാത്ത ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, റിജക്ട് ചെയ്ത് കളയുന്നു. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത്തരം കാര്യങ്ങളാണ് പ്രിലിമിനറി ഇന്റർവ്യൂവിൽ വരുന്നത്. ജസ്റ്റ് ഒരു പാരഗ്രാഫ് കൂടി ഉണ്ട്, നമുക്ക് നോക്കാം. A preliminary interview should be someone who encourages the confidence, is sincerely interested in people and has the reasonably reliable judgment when it comes to judging applicants. Apart from this quality, the interviewer should be polite, friendly, and open-minded. He or she should not look impatient or impolite. The preliminary interviews are also known as, underline ചെയ്തു വെക്കാം, courtesy interview for this reason. Preliminary interview പറയുന്ന മറ്റൊരു പേരാണ് courtesy interview. പ്രിലിമിനറി ഇന്റർവ്യൂ വഴി നമുക്ക് എന്താണ് അവരുടെ കോൺഫിഡൻസ് അറിയാൻ പറ്റും, അത് ഏത് മേഖലകളിലൊക്കെയാണ് അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഇന്റർവ്യൂസിലൂടെ ആപ്ലിക്കന്റിന്റെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, കോൺഫിഡൻസ് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ എന്താണ് നമ്മള് ഈ ഇന്റർവ്യൂ നടത്തുമ്പോൾ ഇന്റർവ്യൂവർ എന്തായിട്ട് വേണം പെരുമാറാനായിട്ട്, പൊളൈറ്റ് ആയിട്ടല്ലേ, പൊളൈറ്റ് ആയിട്ടും ഫ്രണ്ട്ലി ആയിട്ടും ഓപ്പൺ മൈൻഡഡ് ആയിട്ടും വേണം ഇന്റർവ്യൂവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആളുകള് കാൻഡിഡേറ്റിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ പ്രിലിമിനറി ഇന്റർവ്യൂവിനെ പറയുന്ന മറ്റൊരു പേരാണ് ഇത് courtesy interview. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇന്റർവ്യൂവർ പെരുമാറേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കൂടി ഒന്ന് ഓർത്ത് വെക്കാം. പൊളൈറ്റ്, ഫ്രണ്ട്ലി, ഓപ്പൺ മൈൻഡ്. വായിച്ചു നോക്കാം കേട്ടോ. പ്രിലിമിനറി ഇന്റർവ്യൂ എന്നുള്ളത് ഒന്ന് വായിച്ചു നോക്കാം. എല്ലാവർക്കും ടെക്സ്റ്റ് കിട്ടിയായിരുന്നോ? കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഇപ്പോ. കിട്ടിയില്ല എല്ലാവർക്കും? കിട്ടാത്തവരുണ്ടോ? ഓക്കെ, അപ്പോ വായിച്ചു നോക്കാം കേട്ടോ. ക്ലിയർ ഇല്ല. വായിച്ചു നോക്കിയോ പ്രിലിമിനറി ഇന്റർവ്യൂ? ഓക്കെ, അൺമിനിട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് അപ്ലിക്കേഷൻ ഫോം. എന്താണ് അപ്ലിക്കേഷൻ ഫോം?
എന്തായിരിക്കാം അപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്? നിങ്ങളൊക്കെ ജോലിക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യാറുണ്ടല്ലേ? ചെയ്യാറുണ്ടോ? എന്തായിരിക്കും അപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്? എന്തൊക്കെ നമ്മൾ അതിനകത്ത് എഴുതാറുണ്ട് അപ്ലിക്കേഷൻ ഫോമില്? എഴുതാറില്ലേ? ഇതൊക്കെ എഴുതാം. എന്തൊക്കെ എഴുതാം അപ്ലിക്കേഷൻ ഫോമില്? ഓക്കെ, ബേസിക് ഡീറ്റെയിൽസ് ആണല്ലേ? ഓക്കെ, നോക്കാം. അപ്ലിക്കേഷൻ ഫോംസ് ഓർ അപ്ലിക്കേഷൻ ബ്ലാങ്ക് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അപ്ലിക്കേഷൻ ഫോമിന്റെ മറ്റൊരു പേര് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ് അപ്ലിക്കേഷൻ ബ്ലാങ്ക്. ബ്ലാങ്ക് എന്നും പറയുന്നുണ്ട്. ആർ യൂസ്ഡ് ടു ഗെയിൻ ബേസിക് ഡീറ്റെയിൽസ് അബൌട്ട് ദി കാൻഡിഡേറ്റ്. കാൻഡിഡേറ്റിന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അടങ്ങുന്നതാണ് ഇത് അപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. It helps to identify the candidate's interest area that to prove to be of great help to the discussion during the interview. നമ്മള് എന്താണ് ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അപ്ലിക്കേഷൻ ഫോം അവരുടെ കയ്യിലുണ്ടാവും അല്ലെ? അപ്ലൈ ചെയ്ത് കൊടുത്ത അപ്ലിക്കേഷൻ ഫോം നമ്മൾ അവരുടെ കയ്യിലുണ്ടാവും. അവരത് നോക്കിയിട്ടാണ് അല്ലെ നമ്മളെ പേര് വിവരങ്ങള് അതുപോലെ ബേസിക് ഡീറ്റെയിൽസ് ആയാലും അറിയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഉണ്ടാവും അതിനകത്ത്. എല്ലാ കാര്യങ്ങളും അതിനകത്ത് നമ്മൾ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഹോബീസ് ഉണ്ടാവും, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫിൽ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അത് അവർക്ക് അത് എന്ത് ചെയ്യാം, ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇന്റർവ്യൂവർക്ക് അത് അതിനകത്ത് നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. It also helps to pass the candidate details to management and the other member of the interview panel and also facilitate the data storage for future. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഇപ്പൊ നമ്മളെ എന്താണ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ് ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് നമ്മുടെ ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഡാറ്റകൾ നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ എല്ലാ ഡീറ്റെയിൽസുകളും ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഫോംസ് ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. Since the application blank is filled by the candidate in his own handwriting, it proves to be a useful tool to analyze the personality and the suitability to the organization. അപ്പോൾ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗിലാണ് നമ്മൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അല്ലെ? ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടേതായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗിൽ, നമ്മുടെ സ്വന്തം ഹാൻഡ് റൈറ്റിംഗിലാണ് അത് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അങ്ങനെ ഇതെന്താണ് ഒരു ടൂളായിട്ട് അനലൈസിങ് ടൂളായിട്ട് അത് നമ്മളെ അനലൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് അവർക്ക്. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി അറിയാനായിട്ട്, അതുപോലെ ഓർഗനൈസേഷനിൽ നമ്മൾ സ്യൂട്ടബിൾ ആണോ, നമ്മൾ എടുത്തു കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ട് പോകുമോ എന്നറിയാനായിട്ടും ഈ ഒരു ടൂള് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Application forms are detailed or concise depending on the preference of the organization. അപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ കൺസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുക്കം അല്ലെ? എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു ചുരുക്ക രൂപമാണ് ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി കൊടുക്കുന്ന ഒരു ചുരുക്ക രൂപം. അതിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതി തയ്യാറാക്കിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും അതിനകത്ത് അടങ്ങുന്നുണ്ട്. Information required in those forms may differ based on type of a job and the organization. Okay, ഇനി അവിടെ നോക്കിയേ, ഒരു ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. ആരാണത് ഉണ്ടാക്കിയത് നോക്കിയേ? According to the US National Industrial Conference Board's publications, അവർ തന്നിട്ടുള്ള ഡെഫിനേഷൻ ആണ്, അപ്ലിക്കേഷൻ ഫോമിന്റെ ഡെഫിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. The main items of information requested on application blank are
names, address, age, marital status, and dependence, schooling experience, and reference. Simple ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പോ അപ്ലിക്കേഷൻ ഫോമിൽ എന്തൊക്കെയാണ് അടങ്ങുന്നത്? കാൻഡിഡേറ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് ഉണ്ടാവും അല്ലെ. നെയിം, അഡ്രസ്, മെറിറ്റൽ സ്റ്റാറ്റസ്, ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, റഫറൻസ്, അങ്ങനെ എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഒരു ഫോം അല്ലെങ്കിൽ ഒരു എന്താ ഒരു അപ്ലിക്കേഷൻ ഫോമിനെ പറയുന്ന പേരാണ് ഇത് അപ്ലിക്കേഷൻ ബ്ലാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എല്ലാ കാര്യങ്ങളും കാൻഡിഡേറ്റിന്റെ പേര് തൊട്ട് എന്താണ് റഫറൻസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ, പേര്, അഡ്രസ്, ഏജ്, മെറിറ്റൽ സ്റ്റാറ്റസ്, എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, റഫറൻസ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, ആ ഡെഫിനേഷൻ ഓർത്തിരിക്കുക. ആര് തന്നതാണ് അല്ലെങ്കിൽ ആര് എന്താണ് ആരുടേതാണെന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ആപ്ലിക്കേഷൻ ഫോം ഇത്രയേ ഉള്ളൂ. ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാല് എന്താണ്, ബേസിക് ആയിട്ടുള്ള കാൻഡിഡേറ്റിന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അടങ്ങുന്ന ഫോമിനെയാണ് നമ്മൾ അപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. അപ്ലിക്കേഷൻ ഫോമിന് പറയുന്ന മറ്റൊരു പേരാണ് അപ്ലിക്കേഷൻ ബ്ലാങ്ക്. Okay, in a purpose of application forms, provide precise factual information. Pre-screening job candidate is the main purpose of application form. സ്ക്രീനിങ്ങിന് മുമ്പ് pre-screening ജോബിന് വേണ്ടിയിട്ട് കാൻഡിഡേറ്റ് നമ്മൾ സ്ക്രീൻ ചെയ്യുമ്പോൾ അതിനുള്ള മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഫോം ആണ്. Through application forms, the candidates conduct information, educational background, reference, employment history are communicated to the employer. അറിയാം, ആ ഡീറ്റെയിൽസ് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുമ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കും അല്ലെ. പേര്, വിവരങ്ങള്, അഡ്രസ്, ഏജ്, മെറിറ്റൽ സ്റ്റാറ്റസ്, അതുപോലെ നമ്മുടെ റഫറൻസുകള്, നമ്മുടെ ക്വാളിഫിക്കേഷൻ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുമ്പോൾ അത് നമുക്ക് എന്താണ് അത് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അതുമായിട്ട് ആരുമായിട്ടാണ്? എംപ്ലോയർ, ഇന്റർവ്യൂവറുമായിട്ട് അല്ലെ. ഇന്റർവ്യൂ ചെയ്യുന്ന ആളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വരാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇതിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. Application forms also provide various additional information to the employers, such as job-related skills, salary requirements of the applicant, and whether the applicant is available for part-time job or full-time job, as well as hours of availability. ഇവിടെ പറയുന്നത് ഈ അപ്ലിക്കേഷൻ ഫോമിൽ എന്താണ് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫോർമേഷനുകൾ അടങ്ങിയിട്ടുണ്ട് എംപ്ലോയേഴ്സിന്റെ. അപ്പൊ നമ്മള് പറയും അല്ലെ, എന്താണ് ഇപ്പോ ജോബുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട സ്കിൽസ് ഉണ്ടോ, ഇദ്ദേഹത്തിന് അതിനുള്ള സ്കിൽസ് ഉണ്ടോ, അതുപോലെ തന്നെ അവരുടെ സാലറിയുമായിട്ട് എക്സ്പെക്ടേഷൻസ് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള പാർട്ട് ടൈം ജോബ് ആണോ, അതുപോലെ തന്നെ ഫുൾ ടൈം ജോബ് ആണോ എന്നുള്ളത്, അവേഴ്സ് എത്ര നമുക്ക് മണിക്കൂർ ജോലി ചെയ്യേണ്ടതായിട്ട് വരും, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പറഞ്ഞു തരാറുണ്ട്. ഓക്കെ, ഇനി എന്താ പറയുന്നത്, ഇനി നെക്സ്റ്റ് ആണ് ഇത് പ്രൊവൈഡ് ലീഗൽ പ്രൊട്ടക്ഷൻ ടു ദ അപ്ലിക്കൻസ്. Personal information and the individual privacy have been protected by the law since the establishment of Title 7 of the Civil Rights Act of 1964. Underline ചെയ്യാം, Civil Rights Act 1964. അപ്പോ എന്താണ് ഇൻഡിവിജ്വൽ പ്രൈവസി, ഒരു ഈ അപ്ലിക്കന്റിന് എന്താണ് നമ്മള് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ കാര്യങ്ങൾ ഇന്റർവ്യൂ നടത്തുന്നത് ഈ സിവിൽ റൈറ്റ്സ് ആക്ടിലൂടെയാണ്, പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്. It is not correct the use of job application form that is more than a few years old. The questions that were asked 5 years ago are not legally acceptable. നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താണ് കേട്ടോ. ഓക്കെ,
ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാറുണ്ടല്ലേ ഇന്റർവ്യൂവിന് വരുമ്പോൾ നമ്മൾ ഓരോരുത്തരോടും പല കാൻഡിഡേറ്റിനോടും പല ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ ജോബിനെ പറ്റി അതുപോലെ തന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ജോബുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എന്താണ് നമ്മള് ഓരോ വർഷം തോറും അല്ലെ വർഷം തോറും ചിലപ്പോൾ സെയിം ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ആളുകളോട് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ് 5 years ago are not legally acceptable. 5 years ഇപ്പൊ ഞാൻ ഈ വർഷം നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് 5 yearsന് തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കരുത്. അതെന്താണ് നോട്ട് ലീഗലി അക്സെപ്റ്റബിൾ ആണ്. ഓക്കെ ഈ എന്താ പറയുന്നത് Equal Employment Opportunity Commission based on federal legislation provides guidance to employers on but information can be requested from the candidate so as to avoid the prejudice based on the sex, race, region, color, national origin, age, disability or genetic information. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 5 years കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് 5 years അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഈ വർഷമാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇപ്പൊ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഇതിൽ കൂടുതൽ 5 years കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാനായിട്ട് പാടില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ വർഷം ഇപ്പൊ എന്താണ് നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന 5 yearsകളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിക്കാൻ പാടുള്ളത് നോട്ട് ലീഗലി അക്സെപ്റ്റബിൾ ആണ്. ഇനി അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എംപ്ലോയേഴ്സിനോട് ചോദിക്കുമ്പോൾ എംപ്ലോയീസിനോട് ചോദിക്കുമ്പോൾ എത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്സ്, റേസ്, റിലീജിയൻ അതുപോലെ കളറ്, നാഷണൽ ഒറിജിൻ അങ്ങനെയുള്ള ഡിസബിലിറ്റി, ജനറ്റിക് ഇൻഫോർമേഷൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ പറ്റിയുള്ള മുൻധാരണകൾ ഒഴിവാക്കാനായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഒഴിവാക്കുകയില്ല. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ടു ഫെസിലിറ്റേറ്റ് effective and productive interview. For enabling productive interview, the employer make use of the background information gathered with the help of the application form. The application form help in providing unfiltered version on an applicant's work history and experience to the employers. നമുക്കറിയാൻ പറ്റും ഈ application ഫോമിലൂടെ നമ്മൾ എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ എന്തൊക്കെ വർക്കാണ് ചിലപ്പോ വേറെ കമ്പനിയിൽ ജോലി ചെയ്തിട്ട് അത് റിസൈൻ ചെയ്തിട്ടായിരിക്കാം വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ ചെയ്തിരിക്കുന്ന ഡ്യൂട്ടീസ്, വർക്കുകൾ, നമ്മള് ചെയ്ത വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും, അതിനകത്ത് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അല്ലെങ്കിൽ എത്ര ഇയേഴ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കും. അപ്പൊ അത് അങ്ങനെയുള്ള എല്ലാ വർക്ക് ഹിസ്റ്ററി ആയാലും എക്സ്പീരിയൻസ് ആയാലും എംപ്ലോയീസിന് അത് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. The application forms are used to gather such information as it is easy for the candidate to exaggerate resumes. Exaggerate എന്ന് പറഞ്ഞാല് വിപുലീകരിക്കുക. Application forms ensure that everyone is on an equal footing as all the applicants are asked about the same information. Application forms are used by employers in order to rapidly identify problems like job hopping, criminal history, and intelligibility to work in the country. അപ്പൊ ഇവിടെ പറയുന്നത് ഈ അപ്ലിക്കേഷൻ ഫോമിലൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോ നമ്മൾക്ക് റെസ്യൂംസിലൂടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കാൻഡിഡേറ്റിന്റെ ഡീറ്റെയിൽസുകൾ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ ഫിൽ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ഇപ്പൊ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ജോബുമായിട്ട് ബന്ധപ്പെട്ട അവർക്ക് ജോബ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസുകളും എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവും അല്ലെ. റഫറൻസ് നോക്കിയിട്ടുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടെങ്കിലും അവർക്ക് പിന്നിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ഇന്റലിജിബിലിറ്റി
ഇന്റലിജൻസ് എത്രത്തോളം ഉണ്ട്, വർക്ക് ചെയ്യാനുള്ള ഇന്റലിജൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയ 3 പോയിന്റ്സ് വായിച്ചു നോക്കാം. അയച്ചു കഴിഞ്ഞെങ്കിൽ തമ്പിടാട്ടോ. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടി ഉള്ളതിനകത്ത് നമുക്ക് നോക്കാം. വെരിഫിക്കേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് ആപ്ലിക്കേഷൻ ഫോം differs from a resume as it is a legal document signed by applicant to certify that true and correct information is provided by them. The paragraph on the most application form provided warning that omissions or false information on the form may result in the application being rejected or the employee being fired. ഇവിടെ പറയുന്നത് ഇത് സാധാരണ റെസ്യൂമിൽ നിന്നും എന്താണ് ഒരു ഡിഫറെന്റ് ആണ് അപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് അല്ലെ. അപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത എന്തായിരിക്കാം? നമ്മൾ ഫില്ല് ചെയ്ത് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും. അത് കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അതിന്റെ അടിയിൽ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലെ, ഇല്ലേ? അങ്ങനെയാണ് സൈൻ ചെയ്ത് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ മിക്ക അപേക്ഷ ഫോമുകളിലും എങ്ങനെയാണ് ഒരു ഖണ്ഡിക എന്നത് എന്ന് പറയുമ്പോൾ എന്താണ് അത് എന്തായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഖണ്ഡിക എന്ന് പറയുമ്പോൾ ഒരു ഇൻഫർമേഷൻ തെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോ കൊടുക്കുന്നത്, ഇപ്പോ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലായിരിക്കാം അയാളുടെ ഇൻഫർമേഷൻ ഫില്ല് ചെയ്യുന്നതെങ്കിൽ അയാള് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളായിരിക്കും അല്ലെ, ആളാണ്. അപ്പോ അയാള് തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ കമ്പനിയെ തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ ഇന്റർവ്യൂ എടുക്കുന്ന ആൾ തെറ്റിദ്ധരിപ്പിക്കാനോ ശ്രമിക്കുന്നുണ്ട് അല്ലെ ഈ അപ്ലിക്കേഷൻ ഫോമിലൂടെ. അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ അയാളെ എന്താ ചെയ്യുന്നത്? അയാള് തെറ്റാണ്, അയാളുടെ ഡീറ്റെയിൽസുകൾ കാര്യങ്ങളൊക്കെ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അയാളെ പിരിച്ചുവിടാനായിട്ടോ അല്ലെങ്കിൽ അയാളുടെ അപേക്ഷ നിരസിക്കാനായിട്ടോ കമ്പനിക്ക് എന്തിട്ട് അവകാശമുണ്ട്. അപ്പൊ അതാണ് അവിടെ നമ്മൾ സൈൻ ചെയ്ത് ഫിൽ ചെയ്ത് കൊടുക്കുന്നത്. എങ്ങനെ നമ്മൾ പറഞ്ഞെങ്കിൽ എല്ലാ ഡീറ്റെയിൽസുകളും തെറ്റായോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പിരിച്ചുവിടാനായിട്ടോ അല്ലെങ്കിൽ അപേക്ഷ നിരസിക്കാനായിട്ടോ കമ്പനിക്ക് അവകാശമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് പറയുന്നത് നോക്കാം. ഇൻ അഡീഷൻ ദ ആപ്ലിക്കേഷൻ ഫോം മേ certain statement giving hiring employers permission for examining records, conducting background or credit check and examining
conduct reference or previous employees. നമ്മൾ ഇനി ഇപ്പോ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ റിസൈൻ ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇതുപോലെയുള്ള ഈ അപ്ലിക്കേഷൻ ഫോമുകൾ ഫില്ല് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ റെഫറൻസ് ആയിട്ട് നമ്മൾ ചെയ്യാറില്ല. റെഫറൻസിന്റെ ഡീറ്റെയിൽസുകൾ കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്ന ഒരാൾക്ക് ഇന്റർവ്യൂവർക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയോ അല്ലെങ്കിൽ റെഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ഇപ്പോ എന്തായിരുന്നു ജോലി അല്ലെങ്കിൽ നല്ല രീതിയിലാണോ ജോലി ചെയ്തത് അവർക്ക് റെഫറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ജോലി ചെയ്തിരിക്കുന്ന കമ്പനിയിൽ വിളിച്ചു ചോദിക്കാനായിട്ട് അവകാശമുണ്ട്. അപ്പൊ അങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ നല്ലതാണെങ്കിൽ അവർ പറയും അല്ലെ, നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്, നല്ലൊരു എന്താണ് എംപ്ലോയി ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി അത് അതർവൈസ് ഫേക്ക് ആണെങ്കിലോ നമ്മൾ എഴുതിയിരിക്കുന്നത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളൊക്കെ ആണെങ്കിൽ ഫേക്ക് ആയിട്ട് കാണിച്ച് അവര് അപ്ലിക്കേഷൻ ഫോം തന്നെങ്കിൽ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്ലിക്കേഷൻ ഫോമിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അതാണ് വെരിഫിക്കേഷനിലൂടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം, കണ്ടന്റ് ഇൻ അപ്ലിക്കേഷൻ ഫോം. ഇൻഫർമേഷൻ ഈസ് ജനറലി required on the following items in the application forms. First one is personal background information. This includes the information regarding the candidate name, date of birth, correspondence and permanent residential address, marital status, sex, nationality, parents' name and other their annual income, number of dependents, etc. അപ്പൊ എന്താണ് ഈ അപ്ലിക്കേഷൻ ഫോമിലൂടെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസുകളും നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടോ. അപ്പൊ എന്തൊക്കെ ഉണ്ടാവും, അപ്ലിക്കൻസിന്റെ അല്ലെ കാൻഡിഡേറ്റിന്റെ നെയിം, സെക്സ്, അഡ്രസ്, marital status, qualification, അവരുടെ ആനുവൽ ഇൻകം, പാരന്റ്സിന്റെ നെയിം, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. This gives the information to the management about the candidate status of his family in society and the background with the determine his suitability to the organization and also influence of all these factors in his personality. അപ്പൊ എന്താണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ, ഇങ്ങനെ ഡീറ്റെയിൽസുകൾ കാര്യങ്ങൾ നമ്മൾ ഒരാളെ ഇപ്പൊ ഡീറ്റെയിൽസുകൾ കാര്യങ്ങളൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ നമ്മൾ പറയാറില്ല, ഇപ്പൊ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അറിയാം പ്രശ്നക്കാരനാണോ അല്ലെങ്കിൽ നല്ല ആളാണോ അറിയാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പേഴ്സണൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസുകൾ അപ്ലിക്കേഷൻ ഫോമിലൂടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ യോജിച്ച ആളാണോ സൂറ്റബിൾ ആണോ എന്നുള്ളത് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്. എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് അറിയാൻ പറ്റുമല്ലോ നിങ്ങൾക്ക്. ദിസ് കൺസിസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ് അബൌട്ട് ദി കാൻഡിഡേറ്റ്സ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ such as colleges, schools, universities, etc. It also includes the information regarding the course of the course he has studied, the duration of study, medium of study, mark and rank achieved, the sports like and dislike, etc. This type of information is most important for the organization. എന്താണ് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാകും അല്ലെ. ഏത് സ്കൂളിലാണ് പഠിച്ചത്, ഏത് കോളേജിലാണ്, ഏത് യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചിരിക്കുന്നത്, ഏത് യൂണിവേഴ്സിറ്റിയാണ്, അതുപോലെ തന്നെ അവന്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഡിസ്ലൈക്കുകൾ എന്തൊക്കെയാണ്, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങള്, അതുപോലെ എന്താ അവന് കിട്ടിയ റാങ്ക്, അതുപോലെ മാർക്കുകള്, മാർക്കിന്റെ കാര്യങ്ങള്, ഇതൊക്കെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് വർക്ക് എക്സ്പീരിയൻസ്. വർക്ക് എക്സ്പീരിയൻസ് നോക്കാം. ദിസ് കൺസിസ്റ്റ് ഓഫ് ദ എൻജിയർ പാസ്റ്റ് ജോബ് ഡീറ്റെയിൽസ്. എന്താണ് ഈ നമ്മളിപ്പോ ഒരു ജോലി ചെയ്തിട്ട് വേറൊരു കമ്പനിയിലെ ജോലി ചെയ്തിട്ട് അവിടെ റിസൈൻ ചെയ്ത് വരുന്ന ആളാണെങ്കിൽ അവരുടെ വർക്കിന്റെ എല്ലാ കാര്യങ്ങളും ജോബിന്റെ എല്ലാ ഡീറ്റെയിൽസുകളും അതിനകത്ത് ഉണ്ടാവും. ഗ്രേറ്റർ സ്ട്രെസ് ഈസ് laid on the type of work, duration of work of each job, reasons for exit the previous job, job duties and responsibilities handled, the salary package, etc. These data update the organization about the candidate job stability, his behavior towards the work,
his attitude and loyalty towards the previous employers, etc. ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് ഉണ്ടാക്കുന്നത്. എന്തൊക്കെയാണ് മുമ്പ് വർക്ക് ചെയ്തിരിക്കുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും, കമ്പനീസിൽ എന്തൊക്കെ വർക്ക് കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്, അവരുടെ എക്സ്പീരിയൻസ്, എന്തുകൊണ്ടാണ് അവിടെ നിന്ന് എക്സിറ്റ് ആയി പോകാൻ കാരണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും, സാലറി പാക്കേജ്, അവരുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എന്തായിരുന്നു, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും എന്തിലുണ്ടാവുന്നുണ്ട്, വർക്ക് എക്സ്പീരിയൻസിലൂടെ നമുക്ക് application ഫോമിലൂടെ കാണാൻ പറ്റും. ഇനി സാലറി application forms also ask for the salary that the candidate is presently obtaining and what he is expected from the organization. അപ്പൊ എന്താണ് സാലറി അല്ലെ? സാലറി എന്ന് പറയുന്നത് ഓരോ എംപ്ലോയീസിനും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ? അപ്പൊ എന്താണ് പ്രസന്റ്ലി അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി എങ്ങനെയാണ് എന്നുള്ളത്, എക്സ്പെക്ട് ചെയ്യുന്ന ശമ്പളം എങ്ങനെയാണെന്നുള്ളത് അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മള് കാൻഡിഡേറ്റ് എന്താണ് അങ്ങനെ പറയാനായിട്ട് പറ്റും അല്ലെ, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ പ്രസന്റ്ലി വാങ്ങുന്ന ശമ്പളം ഇങ്ങനെയായിരുന്നു എന്നുള്ളത് പിന്നെ അതിലൂടെ പറയാനായിട്ട് എഴുതുന്നുണ്ടാവും, എഴുതി ചേർക്കുന്നുണ്ടാവും ആപ്ലിക്കേഷൻ ഫോമിലൂടെ. ഓരോ ക്വസ്റ്റ്യൻസ് വഴി ചോദിക്കുന്നതാണ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ എന്താണ് പേഴ്സണൽ ഐറ്റംസ്. ഓക്കെ, this comprises the person's liked and disliked association, membership, sports, hobbies, etc. ഇവിടെ പറയുന്നത് എന്താണ്, അവരുടെ ഇഷ്ടങ്ങള്, അനിഷ്ടങ്ങൾ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ മെമ്പർഷിപ്പ്, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവന്റെ ഹോബീസ് എന്തൊക്കെയാണെന്നുള്ളത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസുകളും അവർ എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഇതിലൂടെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. The last one are references. It includes the names, address, and the contact details of persons who can be contacted for the reference. അപ്പൊ എന്താണ് നമ്മള് ഇപ്പൊ മുമ്പ് വർക്ക് ചെയ്തിരിക്കുന്ന അടുത്തുള്ള അവരുടെ ഡീറ്റെയിൽസുകള്, കാര്യങ്ങള്, കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിന് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? കോണ്ടാക്ട് ചെയ്യാനായിട്ട് അല്ലെ? ഈ എംപ്ലോയി നല്ലതാണോ, എങ്ങനെയാണ് ഇതിന്റെ സ്കില്ലുകള്, നോളജ്, കഴിവുകൾ എങ്ങനെയാണ് നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ അവിടെ ചെയ്തിരിക്കുന്ന ജോലി എങ്ങനെയാണ്, റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, അവൻ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റഫറൻസ് വഴി നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ആ റഫറൻസിന്റെ ഡീറ്റെയിൽസ് ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്, അപ്ലിക്കേഷൻ ഫോമില് ഉണ്ടാകും. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. കണ്ടന്റ് ഇൻ അപ്ലിക്കേഷൻ ഫോം. അഡ്വാൻറ്റേജസ് ഓഫ് അപ്ലിക്കേഷൻ ഫോമും കൂടി വായിക്കാം. ഞാൻ ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കാം. സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സുകളാണ്. അപ്പൊ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
വായിച്ചു കഴിഞ്ഞോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അഡ്വാൻറ്റേജസ് എങ്ങനെയാണെന്നുള്ളത്? ജസ്റ്റ് ഒരു 4 പോയിന്റ് ഉള്ളൂ. അഡ്വാൻറ്റേജസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം. ആർക്ക് പറയാൻ പറ്റും? അറിയാൻ പറ്റില്ല ആർക്കും? ഒരാൾക്കും പറ്റില്ല? ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കൂ. ആതിര VS. ആതിര VS ഒന്ന് പറഞ്ഞു നോക്കിയേ. അഡ്വാൻറ്റേജസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം. അക്ഷര ദിലീപ്. ഓക്കെ ഓക്കെ. ആ പറഞ്ഞോളൂ. ആതിര പറഞ്ഞോളൂ. അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ആരെങ്കിലും പറയൂ. A standard application form is required from a formal introduction. Through the application form, we will be getting valuable information regarding the candidate. Then the firm has the right to reject the applicant. That's it. എന്താ മനസ്സിലായ? അത് വായിക്കണ്ട. 4 പോയിന്റ് എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി. മനസ്സിലായത്? മനസ്സിലായില്ല വായിച്ചപ്പോ? ഷിബിൽ AR എന്താ മനസ്സിലായ വായിച്ചപ്പോ? ഹലോ. എന്താ വായിച്ചപ്പോ മനസ്സിലായ? 4 പോയിന്റില് എന്തെങ്കിലും മനസ്സിലായോ? First, standardized application form gives a formal introduction of the potential applicants. ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷന് പൊട്ടൻഷ്യൽ ആപ്ലിക്കേഷന്റെ ഒരു എന്താ പറയാ ഒരു ഇൻട്രൊഡക്ഷൻ തരും നമുക്ക് ഫോർമൽ ആയിട്ടുള്ള. Second, with the help of the application form, the frame able to extract the valuable information about the different applicants and compare them.
നമുക്ക് എന്താ ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ആൾക്കാരെ വെച്ചിട്ട്. എന്നിട്ട് തേർഡ്, the frame has right to reject the potential applicants who does not meet the minimum job qualification after proper screening of the applicants. നമുക്ക് റൈറ്റ്സ് ഉണ്ട്, നമുക്ക് റിജക്ട് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ applicants-നെ so does not meet the minimum job qualification. മിനിമം ജോബ് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാരെ നമുക്ക് റിജക്ട് ചെയ്യാൻ പറ്റും ആഫ്റ്റർ എ പ്രോപ്പർ സ്ക്രീനിങ് അവരെല്ലാവരും സ്ക്രീനിങ് ചെയ്തിട്ട്. പിന്നെ ഓക്കെ ഫോർത്ത് പറയണോ മാം? ഹെൽപ്പ് ഇൻ ഫോമിംഗ് ബേസിക്സ് ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ ഇൻ പ്രോസസ് ഓഫ് ആൻ ഇന്റർവ്യൂ. ബേസ് to start a conversation in the process of an അത് വല്ലാണ്ട് മനസ്സിലായിട്ടില്ല. ഓക്കെ, ഇത്ര പറഞ്ഞല്ലോ. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോ ഫസ്റ്റ് നമ്മുടെ ഷിബില് പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഒരു ഫോർമൽ ഇൻട്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് അല്ലെ. കാൻഡിഡേറ്റിന്റെ ഒരു ഫോർമൽ ആയിട്ടുള്ള ഔപചാരികമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫോമിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് എന്താണ്, എക്സാക്ട് വാല്യുബിൾ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് അല്ലെ ആപ്ലിക്കൻസിന്റെ. നമുക്ക് എന്താണ് ഇപ്പൊ ഓരോ കാൻഡിഡേറ്റ് പല കാൻഡിഡേറ്റും നമ്മുടെ ഓർഗനൈസേഷനിലോട്ട് ആപ്ലിക്കേഷൻ ഫോമുമായിട്ട് വരാം അല്ലെ. ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, കുറെ കാൻഡിഡേറ്റ് ഉണ്ടാവും. അപ്പൊ അവരുടെ എല്ലാ ഡീറ്റെയിൽസും വെച്ച് നമുക്ക് എന്താണ് ഇന്ന ആളെ അതുപോലെ തന്നെ വേറൊരാളെ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഇന്ന സ്കില്ലുള്ളത് അല്ലെങ്കിൽ ഇന്ന കാപ്പബിലിറ്റി ഉള്ളത്, അങ്ങനെ പല കാൻഡിഡേറ്റ് ഉണ്ടാകുമ്പോൾ അവരെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് ഇതിലൂടെ പറ്റുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫോമിലൂടെ സാധിക്കുന്നുണ്ട്. നമ്മുടെ കമ്പനിയിലേക്ക് ഇവൻ ആപ്റ്റ് ആണോ അല്ലെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരുമോ, അങ്ങനെയുള്ള പല കമ്പാരിസൺ നടത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കമ്പയർ ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള സ്ക്രീനിങ്ങിലൂടെ അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കമ്പനിക്ക് യോജിച്ച ആളാണെങ്കിൽ മാത്രം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, അതർവൈസ് ആണെങ്കിലോ ഇല്ലെങ്കിൽ റിജക്ട് ചെയ്ത് കളയുന്നു. അതുപോലെ തന്നെ നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. എംപ്ലോയിയും എംപ്ലോയറും തമ്മിൽ എന്താണ് ഈ കാൻഡിഡേറ്റും ആ കാൻഡിഡേറ്റിന് മുമ്പിലിരിക്കുന്ന ഇന്റർവ്യൂവർ അല്ലെ, ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്ന ആള് തമ്മിലൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫോം സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം ഇപ്പൊ പല ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം വെച്ചിട്ട് അവർ നോക്കിയിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ സംസാരിക്കുമ്പോഴാണ് അവര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ആപ്ലിക്കേഷൻ ഫോം സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ 4 കാര്യങ്ങളും? അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസ് നാളെ വരുമ്പോ വായിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, 3 കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. നാളെ വരുമ്പോ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരാം. ഓക്കെ, ഇത്രയും വരെ എടുത്തത് ഓക്കെ ആണോ? ഇത്രയും വരെ എടുക്കുന്നുള്ളൂ. ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.